പ്രാർത്ഥിക്കുന്നു. ദൈവമേ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ കുടുംബസോലുകളായിരിക്കുന്നിടത്ത് ഇന്ന് ഇവിടെ ഇല്ലാത്ത എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. അങ്ങയുടെ സംരക്ഷണം നൽകി കൊടുക്കണമേ. കർത്താവേ, അങ്ങയുടെ പൊതുനാമത്തെ ബഹുമതപ്പെടുത്തുകയും കർത്താവേ ചെറുകണ്ണും ദിവസമായി ഈ ദിവസത്തെ മാറ്റുകയും ചെയ്യണമേ. ഞങ്ങൾ രക്ഷിച്ച ദൈവമേ, അങ്ങേക്ക് പ്രവർത്തിപ്പാൻ ഇന്നും കഴിയുമല്ലോ. കർത്താവിന്റെ സന്നിധിയിൽ ആരാധനയെ ഫലമേൽപ്പിക്കുന്നു. തിരുവചനത്തിനായി സ്തോത്രം. അങ്ങയുടെ വചനമായി ചേർന്ന് അത്ഭുതങ്ങളെ ചെയ്യണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ കേൾക്കണം. നമ്മുടെ ദൈവത്തിന് ഒരു പ്രാവശ്യം കൂടെ സ്തുതികളും സ്തോത്രങ്ങളും വിശുദ്ധ ആരാധനയ്ക്ക് ഞാൻ അർപ്പിക്കുന്നു. In the midst of this holy worship, I give all praise and glory to our Lord Almighty. സഹോദരങ്ങൾ, ദൈവമക്കളായ എല്ലാ പ്രിയപ്പെട്ടവർക്കും രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ക്രിസ്തീയ സ്നേഹവന്ദനം തരുന്നു. I am extending my Christian greetings in the name of our Lord and Savior Jesus Christ. ഈ വർഷം ആരംഭിച്ച ശേഷം എത്രയോ ദുരന്തങ്ങളിൽ കൂടി നമ്മെ പോലെയുള്ള മനുഷ്യർ കടന്നുപോയി. After this year of 2015 started, a lot of problems have ആയുസ്സോടെ ആരോഗ്യത്തോടെ ഇവിടെ ഇന്ന് ആയിരിക്കാൻ ദൈവം നമ്മെ ഭൂമിയിൽ സഹായിച്ചല്ലോ. But Lord has enabled each one of us to be alive today, and let's praise God for that. ഈ കഴിഞ്ഞ ആഴ്ച അബുദാബിയിൽ ഒരു കെട്ടിടത്തിന് തീ പിടിച്ച് ഒന്നിലധികം മനുഷ്യർ മരിച്ചു മാറി. Last week there was a fire which took place in one of the highest buildings in Abu Dhabi, and a couple of people passed away from this world. കഴിഞ്ഞ ദിവസം ദുബായിലെ 78 നിലയുള്ള ഒരു ബിൽഡിംഗിന് 50ാമത്തെ നിലയിൽ തീ പിടിച്ചു. ഏകദേശം 60 നിലയോളം കത്തി. മനുഷ്യർ ഭയപ്പെട്ടു. 78-story building in Dubai caught fire, and on the 50th story, and a lot of people got fear. വർഗീയമായി പല മനുഷ്യരെയും മനുഷ്യർ കൊന്ന മാറ്റി അവരുടെ അവയവങ്ങൾ പോലും എടുത്ത് വിൽപ്പന ചരക്കാക്കി വച്ചിരിക്കുന്നു. Even the people were slaughtered in different parts of the world. Their organs have been taken out, and the parts of the body are kept for selling right now. ഭൂകമ്പങ്ങളും ഭൂമി കുലുക്കങ്ങളും ഒക്കെ പല സ്ഥലങ്ങളിലും നടന്ന മനുഷ്യർ ഭയത്തിലായിരിക്കുന്നു. People are fearing the earthquakes and a lot of catastrophic events that is placing in the world right now. ഇതിനെല്ലാം ഇടയിൽ കൂടിയാണ് ഞാൻ നിങ്ങളും ഓരോ നിമിഷവും യാത്ര In ചെയ്യുന്നത്. the midst of all this, each day we are going to the same path. ഇങ്ങനെയുള്ള അനർത്ഥങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിലും ഓരോ മിനിറ്റിലും പല മനുഷ്യർ ഈ ഭൂമിയിൽ മരിച്ചു മാറും. Even though the said events did not happen, but each moment people are dying in this world. ഏകദേശം ഒരു സെക്കൻഡിൽ 3 മനുഷ്യരെങ്കിലും മരിക്കുന്നു എന്നാണ് കണക്ക് പറയുന്നത്. An average calculation is in 1 second at least 3 people pass away from this world. അഥവാ ഒരു മിനിറ്റ് കഴിയുമ്പോൾ എത്രയോ ശവങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകും. Just imagine that 1 minute how many bodies are being declared in this രാവിലെ world. മുതൽ ഈ സമയം വരെ ഈ ഭൂമിയിൽ മരിച്ചവരുടെ ശവങ്ങൾ കൊണ്ടിടുവാൻ ഈ റൗലറ്റ് പട്ടണത്തിൽ സ്ഥലം പോരാതെ വരും. From the start of the dawn till now, if we count the dead bodies, it is not enough for this Rowlett city. അത് യുദ്ധം കൊണ്ടോ ഒരു ഭൂകമ്പം കൊണ്ടോ ഒരു പകർച്ചവ്യാധി കൊണ്ടോ ഉണ്ടായ മരണമല്ല, സ്വാഭാവിക മരണമാണ്. It's not because of a war or a contagious disease or anything, but it is just natural death. ഇതിന്റെ നടുവിലാണ് ദൈവമക്കളെ നമ്മെ ദൈവം ജീവനോടെ വച്ചിരിക്കുന്നത്. In the midst of all this, God has kept us alive here. അതുകൊണ്ട് നമ്മുടെ ജീവന്റെ ഉടമസ്ഥനായ ദൈവത്തോട് ഈ പകലിൽ നാം നന്ദിയുള്ളവർ ആയിരിക്കും. So the owner of our life, we should be always be thankful to Him. നമ്മുടെ അകത്തേക്ക് വലിക്കുന്ന പ്രാണവായുവിനെ പുറത്തേക്ക് വിടുവാൻ ദൈവം സമ്മതിച്ചാൽ മാത്രമേ കഴിയത്തുള്ളൂ. Only if God wills, the oxygen that we take inside can be taken outside as well. നമ്മുടെ ജീവനെ കാക്കുന്ന ദൈവത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Let us praise God this morning because He's taking care of our lives. ഇത് ഈ മാസത്തിന്റെ അവസാനത്തെ ആഴ്ചയാണ്. This is the last week for this particular month. പുതിയ അനുഗ്രഹത്തോടെ പുതിയ മാസത്തിലേക്ക് നമുക്ക് കടക്കാം. Let us go forward with a new intention and new hope towards the new month. സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് Let us pray to God, Lord, enable us to go in that way. നമ്മൾ പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ കണ്ണടച്ച് ഇരിക്കുന്നത് ഇവിടെ മറ്റൊന്നും കാണുവാനില്ല, നമ്മുടെ ദൈവത്തെ കാണുവാൻ വേണ്ടി. When we sing and when we pray, the reason why we keep our eyes closed is because nothing is available here. We're looking at God. ആ സമയത്ത് നമ്മൾ മറ്റെല്ലാ ചിന്തകളെയും വിരമിപ്പിച്ചിട്ട് ദൈവവുമായി നമ്മൾ സംസർഗം പുലർത്തുകയാണ്. So those moments are the time when we
take out all the thoughts in our mind and we are having a relation with God. മനസ്സ് ദൈവത്തോട് ബന്ധപ്പെടുമ്പോൾ അതിനൊരു പ്രത്യേക അനുഗ്രഹം ലഭിക്കും. You have a special blessing when you have your mind associated with God. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ ദൈവത്തെയും നമ്മെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കാണാം. The psalm that we read today will identify that our relation with man and God. ഈ സങ്കീർത്തന പുസ്തകത്തിൽ നാം പഠിക്കുകയാണ് ദൈവം ആരാണ്. Here we learn who God is. ആ ദൈവം നമുക്ക് എന്താണ്. That God who belongs to us, who is He for us? ദീർഘമായ ഒരു പഠനം ഈ പകലിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. I'm not looking forward for an extensive teaching. അനേകം മനുഷ്യർക്ക് ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുവാൻ കഴിയുന്നില്ല. Many people do not know God to that extent of knowledge. അനേകം മനുഷ്യർ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. Many people love God. ദൈവത്തിൽ നിന്ന് പലതും വാങ്ങുവാൻ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. Their desire is to receive something from God. എന്നാൽ അനേകം മനുഷ്യർ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. But they have not known God to the extent of what it needs to be. അറിയേണ്ടതുപോലെ അറിയാതെയും നമുക്ക് പലതും പ്രാപിപ്പാൻ കഴിഞ്ഞു എന്ന് വരാം. Many a time maybe we may receive without even knowing God to that extent. അറിയേണ്ടതുപോലെ അറിഞ്ഞ് പ്രാപിക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. But when you know the extent of His knowledge of God, then we can receive the blessing in a special way. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ അറിയുവാൻ നമ്മെ വിട്ടുകൊടുക്കും. So let us be submissive in God's presence to know who He is. അനേകർക്ക് തങ്ങളെ കുറിച്ച് അറിയത്തില്ല. Many people do not know about themselves. നാം നമ്മെ കുറിച്ച് അറിയാതെയും നമുക്ക് ജീവിക്കുവാൻ കഴിയും. Without knowing yourself, still you can continue your life. എന്നാൽ അറിയേണ്ടത് ഏറ്റവും വിലപ്പെട്ടതാണ്. But to know yourself is also a great thing. എന്റെ പേര് ജോൺസൺ എന്നാണ്. My name is Jeffrey. നിങ്ങൾ എന്നെ ജോൺസൺ എന്ന് വിളിക്കുന്നു. You call me by Jeffrey. എന്താണ് ഈ ജോൺസൺ? What is Jeffrey here? എന്റെ ഈ ശരീരമാണോ ജോൺസൺ? Is it this body? ഇത് എന്റെ കൈയാണ്. This is my hand. ഇത് ഞാനല്ല. This is not me. ഇത് എന്റെ തലയാണ്. This is my hand. ഇത് ഞാനല്ല. This is not me. ഇത് എന്റെ കോട്ടാണ്. This is my shirt. ഇത് ഞാനല്ല. It's not me. ഇത് എന്റെ വാച്ചാണ്. This is my watch. ഇത് ഞാനല്ല. It is not me. ഇത് മുഴുവൻ കൂടിയാൽ ഞാനാകുമോ? If it concluded together, will it be? മുഴുവൻ കൂടിയാൽ ഞാനാകത്തിന്റെ എന്റെ ശരീരമാകത്തേയുള്ളൂ. It only be considered my body, not me can grow. So who am I? നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരമല്ല. So I, the person, is not this body. ഈ ഷർട്ട് എന്റേതാണ്, ഈ ശരീരം എന്റേതാണ്, എന്നാൽ ഇത് രണ്ടും ഞാനല്ല. The shirt and the body belongs to me, that but it's not the person I. ഞാനിപ്പോൾ മരിച്ച് ഇവിടെ കിടക്കുന്നു എന്ന് വിചാരിക്കുക. Just imagine I have just been a dead body here. എന്റെ ശവം ഇവിടെ കിടക്കും. The body is here. ഞാൻ എവിടെ പോയി? Where am I right now? പറയും പാസ്റ്റർ പോയി. You will say the pastor is gone. ജോൺസൺ പോയി. He is gone right now. ജോൺസൺ എന്ത് ചെയ്യും? Where is he right now? ജോൺസൺ എവിടെ പോയി? Where did he go? നിങ്ങൾ കണ്ട ഇവിടെ കിടപ്പുണ്ടല്ലോ. What you have seen is still here. നിങ്ങൾ അത് മറ്റൊരു പേരപ്പോൾ കൊടുത്തു. You give a different name. മരിച്ച ഒരു വ്യക്തി. He said he's a dead person. Where is that person? സഹോദരങ്ങളെ, നമുക്ക് നമ്മെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? Have you ever known who we are? നമ്മെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞെങ്കിലേ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ കഴിയത്തുള്ളൂ. Only if you identify who you are, then we can do something for us. ഈ ഷർട്ടിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇതിനെ എനിക്ക് കഴുകുവാനും സംരക്ഷിക്കാനും കഴിയും. If I know what this shirt is, then I can have this washed and be cleaned. എന്റെ ഈ ശരീരത്തെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതിനെ പോഷിപ്പിക്കുവാനും സംരക്ഷിക്കാനും കഴിയും. If I know what my body is, then I can nourish and cherish it. എന്നെ കുറിച്ച് എന്നെ ഞാൻ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എന്നെ കാക്കുവാൻ കഴിയത്തുള്ളൂ. Only when I identify who I am with this body, then I can do something for it. മനുഷ്യനെ മനസ്സിലാക്കണം. That's why man should know himself and man as well. ഇതുപോലെ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയും. This is how we can identify who God is. അവനവനെ മനസ്സിലാക്കാത്ത ഒത്തിരി മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിക്കുന്നില്ലേ? There are a lot of people who do not even know who they are. ഇതുപോലെ ദൈവത്തെ മനസ്സിലാക്കാത്ത മനുഷ്യർക്കും ഈ ഭൂമിയിൽ താമസിക്കാം. Even without knowing who God is, many people can live. എന്നാൽ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു, നിങ്ങൾ ദൈവത്തെ അറിയുക. But I urge you this morning, you should know who God is. ദൈവത്തെ അറിയേണ്ട വിധത്തിൽ അറിയണം. You should know God in His complete extent. എങ്ങനെയെങ്കിലും അറിയുന്നത് അറിവല്ല. Not any way you know, that is not something possible. നമുക്ക് ലഭിക്കണം. You should know the real God, who He is. ദൈവം എന്താണ്? Who God is. ദൈവം എന്തല്ല? And what God is not. ദൈവം ആത്മാവാണ്. God is a spirit. അതുകൊണ്ട് ദൈവത്തെ നമുക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് സ്പർശിക്കാനോ കാണുവാനോ
മനസ്സിലാക്കുവാനോ So with കഴിയത്തില്ല. this natural body, we are not able to touch God until right now. എനിക്ക് ഈ മൈക്രോഫോണിനെ സ്പർശിക്കുവാൻ കഴിയും. I can touch this microphone കാരണം ഇതൊരു വസ്തുവാണ്. because it is a thing. എന്നാൽ ദൈവത്തെ എനിക്ക് ഇതുപോലെ സ്പർശിക്കാൻ കഴിയത്തില്ല. But I cannot touch God like this കാരണം ദൈവം ആത്മാവാണ്. because He is a spirit. അനേക മനുഷ്യർക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. That's the reason why many people do not know who God is. ദൈവത്തെ ഈ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്നില്ല. You cannot see from your natural eye who God is. കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത എത്രയോ കാര്യങ്ങൾ നാം അംഗീകരിക്കുന്നു. We accept a lot of things which we cannot see with His eye. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. I love you. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു. You love me too. എന്നെ ആ സ്നേഹം ഒന്ന് കാണിച്ചാട്ടെ. But can you show where the love is? സ്നേഹം എങ്ങനെയാ കാണിക്കുന്നത്? How can you see that love? സ്നേഹം കാണുവാൻ കഴിയുമോ? Love can it be seen? സ്നേഹം മണക്കുവാൻ കഴിയുമോ? Can you even smell it? സ്നേഹം രുചിക്കുവാൻ കഴിയുമോ? Can you taste the love? പക്ഷേ സ്നേഹമില്ലേ? But isn't love there? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ലേ? Aren't you loving me? സ്നേഹം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തൊടുവാൻ കഴിയുന്നതല്ല. Love cannot be touched in any form. സ്നേഹം കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്നതല്ല. Love cannot be seen through His eyes. സ്നേഹത്തിന്റെ പ്രകടനം കാണാം. You can see how we can express. സ്നേഹത്തിന്റെ പലതും കാണാം. We can see different things in love. പക്ഷേ സ്നേഹത്തെ കാണുവാൻ കഴിയത്തില്ല. But you cannot see what love is. ഞാൻ ഇന്ന് ഇന്ത്യയിലേക്ക് പോകുന്നു എന്ന് സങ്കല്പിക്കും. Just imagine I'm going to India today. ഞാൻ ഇന്ത്യയിൽ ചെല്ലുമെന്ന് വിശ്വസിക്കുന്നു. I believe I will reach India. അതുകൊണ്ടാണ് ഞാൻ ആ ഫ്ലൈറ്റിൽ കയറിയത്. That's the reason why I boarded the flight. ആ വിശ്വാസം ഒന്ന് കാണിക്കാം. Can you show me that belief? വിശ്വാസം എങ്ങനെ കാണിക്കുന്നത്? How can you show that belief? വിശ്വാസം മണക്കാൻ കഴിയുമോ? Can you smell that belief? എനിക്ക് ജീവനുണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കും. You will understand and accept I have നിങ്ങൾക്ക് life. ഇപ്പോൾ ജീവനുണ്ട്. Even you have life. ജീവൻ ഒന്ന് കാണിക്കാമോ? Can you show us? എവിടെയാണ് ജീവൻ ഇരിക്കുന്നത്? Where is it situated? എന്താണ് ജീവന്റെ നിറം? What is the color? എന്താണ് ജീവന്റെ മണം? What is the smell? നമുക്ക് ജീവൻ കാണുവാൻ കഴിയുമോ? Can we see that life in us? കാണുവാൻ കഴിയാത്തതൊന്നും ഇല്ല എന്ന് നാം സമ്മതിക്കത്തില്ല. We will not even accept that lot of things we cannot see. സഹോദരനെ, നമുക്കെല്ലാം കാണുവാൻ കഴിയത്തില്ല. We cannot see everything. കാണാൻ കഴിയാത്തതുമുണ്ട്. There are certain things which we cannot see. ഒരു അണുവിനകത്ത് ഉള്ളത് നമുക്ക് കാണുവാൻ കഴിയത്തില്ല. Inside a bacteria there is something we cannot see. അതിനകത്തൊന്നും ഇല്ല എന്നാണോ അതിന്റെ അർത്ഥം? Is it the meaning that there is nothing in it? കാണാൻ കഴിയാത്ത കാര്യങ്ങൾ നാം അംഗീകരിക്കുന്നു. We accept that lot of things we cannot അത് see. നമ്മുടെ അനുഭവമാണ്. That is what our personal ദൈവത്തെ testimony is. മാത്രം കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നാം തള്ളിക്കളയുവാൻ പാടില്ല. We should not only say we cannot see God and just reject Him. ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല. We cannot see God right now ദൈവം ആത്മസ്വരൂപിയാണ്. because He is in spirit right now. ദൈവത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. Let us enable ourselves to know who God is. രണ്ടാമത്തത് ദൈവം സൃഷ്ടാവാണ്. Second is God is a creator. ദൈവം സൃഷ്ടിയല്ല. He is not a creation. മനുഷ്യനെ സംഭവിക്കുന്ന മറ്റൊരു അബദ്ധം. It is a different problem which man is. ദൈവം സൃഷ്ടാവാണ്. He is a creator. ദൈവം സൃഷ്ടിയല്ല. He is not a creation. ആരെങ്കിലും ഒരു സൃഷ്ടിയെ ദൈവമായി കാണുന്നെങ്കിൽ If anybody is considering that a creation is God, അത് വികലമായ അറിവാണ്. it is a different knowledge. ആരെങ്കിലും ദൈവത്തെ സൃഷ്ടാവായി കാണുന്നെങ്കിൽ If somebody is knowing God as a creator, സാക്ഷാൽ യാഥാർത്ഥ്യമായ അറിവാണ്. that is the real thing. ദൈവം സൃഷ്ടിയല്ല. He is not a creation. ദൈവം സൃഷ്ടാവാണ്. He is a creator. ഏതെങ്കിലും ഒന്നിന്റെ സൃഷ്ടാവായിരിക്കാൻ മാത്രമേ ദൈവത്തിന് കഴിയുള്ളൂ. Only one thing He can be a creation there. ആരെങ്കിലും ദൈവത്തെ ഉണ്ടാക്കിയതാണെങ്കിൽ ആ ഉണ്ടാക്കിയവനാണ് ആ ദൈവത്തെക്കാൾ വലിയവൻ. If anybody has made God and that person is the creator, അതല്ലേ അതിന്റെ സത്യം. isn't it that true? ഒരു വസ്തു ഉണ്ടാക്കുന്നവരാണ് ആ വസ്തുവിനേക്കാൾ വലിയവൻ. If a certain person makes a thing, he is the owner or the creator for it. ദൈവം സൃഷ്ടിയല്ല. God is not a creation. ദൈവം സൃഷ്ടാവാണ്. He is the creator. അതുകൊണ്ട് ഒരു പർവ്വതത്തിന് ദൈവമായിരിക്കാൻ കഴിയത്തില്ല. So a mountain cannot be considered as God. ഒരു വൃക്ഷത്തിന് ദൈവമായിരിക്കാൻ കഴിയത്തില്ല. A tree cannot be considered as ഒരു God. മൃഗത്തിന് ദൈവമായിരിക്കാൻ കഴിയത്തില്ല. An animal cannot be considered as God. മനുഷ്യന് ദൈവമായിരിക്കാൻ കഴിയത്തില്ല. A human cannot be considered as God. കാരണം അവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടതാണ്. Because everything was created. അവയെല്ലാം ഉണ്ടാക്കിയവരാണ് ദൈവം. And everything was made or created by God. അവയെ ഉണ്ടാക്കിയവരാണ് ദൈവം. He is the person who was created. ദൈവത്തെ ഉണ്ടാക്കിയവരാണ് ദൈവം. Mountains were created by God. അവയെ ഉണ്ടാക്കിയവരാണ് ദൈവം. Man was not created by God. അവയെ ഉണ്ടാക്കിയവരാണ് ദൈവം. Everything is made from God Himself. ദൈവം സൃഷ്ടിയല്ല, സൃഷ്ടാവാണ്. God is not a creation, He is a creator. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ,
നിങ്ങളുടെ മുറ്റത്ത് ഒരു കരം കുറെ നാളായി കമഴ്ത്തി വെച്ചിരിക്കുന്നു. Let me ask you, if you have an empty vessel and it is upside down, അതിനകത്ത് കുറെ ഉറുമ്പുകൾ കൂട് വെച്ച് താമസിക്കുന്നു. the little ants over there who is staying there, അത് അതിനകത്ത് ജീവിക്കുന്നു. and it is living over there, ഭക്ഷണം കൊണ്ടുവരുന്നു, and it's bringing food, ഭക്ഷണം സൂക്ഷിച്ചു വെക്കുന്നു, and it's storing the food, അത് വംശം വർദ്ധിപ്പിക്കുന്നു, and it is multiplying itself. കാലാവസ്ഥ അതിജീവിച്ച് ജീവിക്കുന്നു. It is overcoming the weather and will stay there. അതൊക്കെ ചെയ്യുന്നുണ്ട്. It's doing everything in that പക്ഷേ ഒരു vessel. ദിവസം ആ ഉറുമ്പ് തീരുമാനിക്കുകയാണ്, But one day the ant decides, ഈ കരം ഉണ്ടാക്കിയ മനുഷ്യനെ കാണുന്നില്ലല്ലോ. if the person who made this vessel is not here, ആ ഉറുമ്പ് എത്ര ശ്രമിച്ചാലും ആ കരം ഉണ്ടാക്കിയ മനുഷ്യനെ കാണുവാൻ കഴിയും. even though the ant tries a lot, he can never find. അത് ആ കരത്തിനകത്താണ് താമസിക്കുന്നത്. Because it's staying inside the vessel. അതിനകത്ത് അനേക കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. It's doing a lot of things inside it. പക്ഷേ കലം ഉണ്ടാക്കിയ ആ വ്യക്തിയെ അതിന് ചുറ്റും എത്ര നാൾ താമസിച്ച് ഓടി നടന്നാലും ആ ഉറുമ്പിനെ കണ്ടെത്തുവാൻ കഴിയത്തില്ല. Irrespective of many years they are living there, it can never find the owner. കലത്തിന് ഒരു ഉടമസ്ഥനില്ലെന്നാണോ? Is it meaning that the vessel does not have an ആ owner? കലത്തിന്റെ പിറകിൽ ഒരു സൃഷ്ടാവ്, ഉടമസ്ഥൻ, അത് ഉണ്ടാക്കിയ ഒരു വ്യക്തി. There is a person behind that vessel who has created that particular vessel. ഹല്ലേലൂയ. Hallelujah. സഹോദരങ്ങളെ, ദൈവത്തെ അറിയുവാൻ നമുക്ക് ഭാഗ്യം കിട്ടിയ. We are so privileged that we know who God is. ആ ദൈവം സൃഷ്ടാവാണെന്ന് അറിയുവാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയ. We are so privileged that we know that He is our Creator. ഹല്ലേലൂയ. Hallelujah. ദൈവത്തെക്കുറിച്ചുള്ള നമുക്ക് ലഭിച്ച അറിവിനായി നമുക്ക് സന്തോഷം. Let us praise God for us to know who God is. ഇത് ഒരു പദവിയാണ് സഹോദരങ്ങളെ. It is a position. അനേകർക്കും ദൈവത്തെ ഇഷ്ടമാണ്. Most people like അനേകർ God. ദൈവത്തിൽ നിന്ന് പലതും സ്വന്തമാക്കും. They like to receive something from God, പക്ഷേ അറിയുന്നതുപോലെ അനേകർ ദൈവത്തെ അറിഞ്ഞില്ല. but they have not known God to that extent. നമുക്ക് അതിൽ ദുഃഖിക്കാം. Let us be sad about it. ദൈവത്തെ അറിയുവാൻ, ഉള്ളതുപോലെ അറിയുവാൻ എല്ലാവർക്കും Hallelujah. ഭാഗ്യം കിട്ടണം. Let Hallelujah. everybody know God in the correct extent of what ഒരു it is. മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട അനുഭവം അവന്റെ സൃഷ്ടാവിനെ അവൻ അറിയുകയുള്ളൂ. The very important stage of a person's life is to know who his Creator is. ദൈവത്തെ അറിയുവാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറം ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് നേടുവാൻ ഒന്നുമില്ല. There is no greater thing in this world other than knowing who your Creator is. ലോകത്തിൽ എന്തെല്ലാം സ്വന്തമാക്കിയാലും എന്തെല്ലാം നേടിയാലും ദൈവത്തെ അറിയുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നാം അർത്ഥശൂന്യരായ മനുഷ്യരാണ്. If we have achieved the entire world in us, but if we do not know God as our Creator, it is meaningless. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. So always in your life, the first priority should be God. ഒരു ഫാഷന് വേണ്ടി നാം ദൈവത്തെ സേവിക്കുകയല്ല. Not as a fashion that you serve God. എന്തെങ്കിലും ചിലതിന് വേണ്ടി ദൈവത്തെ നാം സേവിക്കുക. To receive certain things, you do not need to serve God. ദൈവം നമ്മുടെ സൃഷ്ടാവായിരിക്കാൻ നാം ദൈവത്തെ സേവിക്കുക. Because God is our Creator, we serve Him today. ഹല്ലേലൂയ. Hallelujah. Hallelujah. In the name of Jesus. എന്റെ ഹൃദയത്തിൽ പല ആശയങ്ങളും ദൈവം തരുന്നെങ്കിലും ഞാൻ ദൈവത്തിൽ കൂടെ ചില കാര്യങ്ങൾ ചിന്തിപ്പിക്കാം. A lot of topics God is preparing my heart, but I'm going to speak to the Word right now. ദൈവത്തെ അറിഞ്ഞാൽ ദൈവത്തെ അറിയുന്നത് ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്. If you know God, there are certain things which God wants to know from us. ഒന്നാമത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വിലപ്പെട്ട അനുഭവം അവൻ സാക്ഷാൽ ദൈവത്തെ അറിയുന്നു. The first step is the person should know who God is. രണ്ടാമത്, ദൈവത്തെ അറിഞ്ഞാൽ ആ വ്യക്തിയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ചിലത്. The second stage, if we want to know who God is, there are certain things which God wants that person to do. വിശുദ്ധ വേദപുസ്തകത്തിൽ റോമാലേഖനം 1-ാം അധ്യായം 21-ാമത് വാക്യം. Romans 1:21. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. നോക്കുക, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവരെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്തില്ല. Although they knew God, they did not glorify Him as God, nor were thankful. ഒരു മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞാൽ മാത്രം പോരാ. It is not the entire thing you only need to know God. ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുക. You should declare within yourself and glorify who God is. Praise the Lord. Hallelujah. ദൈവത്തെ അറിയുന്ന ഒത്തിരി മനുഷ്യരുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. I already told you a lot of people who know God is there. അറിയേണ്ട വിധത്തിൽ അറിഞ്ഞ ഒരു ചെറിയ ഗ്രൂപ്പേ ഉള്ളൂ. But a very small group who know who God is in real. ദൈവത്തെ
ദൈവത്തെ അറിയുന്നവരിൽ നിന്ന് ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നത്? What is the expectation of God from those who know Him? ദൈവത്തെ To മഹത്വീകരിക്കണം, glorify God, ദൈവത്തോട് നന്ദി കാണിക്കുക. to be thankful to God. ഇവ കാണിക്കാതിരുന്നാൽ നമ്മളെ ഇരുട്ടുപോകും. If we do not show it, we will be darkened. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ദൈവത്തെ മഹത്വീകരിക്കുക എന്നുള്ളത് ദൈവത്തിൽ നിന്ന് നമ്മോടുള്ള ആഗ്രഹമാണ്. To glorify God is an expectation that God has put in us. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ദൈവ ഉദ്ദേശം നാം ദൈവത്തെ മഹത്വീകരിപ്പാണ്. The creation, the reason why God made man is to glorify Him. ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ പിൻഗമിപ്പാനല്ല നാം ദൈവത്തെ അറിയുന്നത്. To get some blessings in this world is not the reason why we follow God. നമുക്കൊരു രോഗം വന്നാൽ അതിന്റെ സൗഖ്യത്തിനോ, നമുക്കൊരു പുതിയ ജോലിക്ക് വേണ്ടിയോ, നമുക്ക് ലോകത്തിൽ എന്തെങ്കിലും സ്വന്തമാക്കാൻ വേണ്ടിയോ അല്ല നാം ദൈവത്തെ അറിയുന്നത്. To heal from your sickness, to get a new job is not the reason why we follow God. നാം ദൈവത്തെ അറിഞ്ഞത് നാം ദൈവത്തെ മഹത്വീകരിപ്പാനാണ്. The reason why we know God is only because we have to glorify Him. ദൈവത്തെ മഹത്വീകരിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ നാം ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് അർത്ഥമില്ല. If you are not able to glorify God, it is meaningless to know who God is. എങ്ങനെയാണ് ദൈവത്തെ മഹത്വീകരിക്കുന്നത്? How can we glorify Him? നമ്മുടെ വാക്കുകൊണ്ട് മഹത്വം മഹത്വം എന്ന് പറഞ്ഞാൽ മതിയോ? Only to say glory, glory from your mouth. അങ്ങനെയാണ് അനേകം മനുഷ്യർ ധരിച്ചു വച്ചിരിക്കുന്നത്. Many people think that is how it is. അവർ ദൈവത്തിന് വേണ്ടി പാടും, They sing for God. അവർ ദൈവത്തിന് വേണ്ടി ത്യാഗം സഹിക്കും, They express themselves literally for അവർ God. ദൈവത്തോടൊപ്പം പല കാര്യങ്ങൾ ചെയ്തുണ്ടാക്കും. In relation to God, they do wrong things. ദൈവത്തെ മഹത്വീകരിക്കുന്നത് അങ്ങനെയല്ല. But that's not how you glorify Him. നിന്റെ സ്വഭാവം കൊണ്ട്, In your character, നിന്റെ ജീവിതം കൊണ്ട്, through your life, നിന്റെ ചെയ്തികൾ കൊണ്ട് through your action, ദൈവത്തെ മഹത്വപ്പെടുത്താൻ you should glorify God. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. That is what is expected from us. നമ്മുടെ സ്വഭാവം അതുകൊണ്ട്, അതിന്റെ ചെയ്തികൾ കൊണ്ട്, നമ്മുടെ ദൈനംദിന പ്രവൃത്തി കൊണ്ട് നാം ദൈവത്തെ So മഹത്വപ്പെടുത്തും. in our day-to-day life, our character, our actions declare how we glorify God. എനിക്ക് praise the Lord എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ജീവിക്കുവാൻ കഴിയും? I can just say, praise the Lord, I can live in my own way. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയല്ലോ. I did glorify Him. എനിക്ക് glory to God എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ജീവിക്കുവാൻ കഴിയും? I can just say, glory to God, I can live myself. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയല്ലോ. Did I glorify God? എനിക്കായിരം പ്രാവശ്യം ദൈവനാമം വിളിച്ചിട്ട് എങ്ങനെ ജീവിക്കുവാൻ കഴിയും? 1,000 times I can say, oh God, and I can still live my life. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയല്ലോ. Did I glorify Him? അങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. That's not how God wants you to do. നിന്റെ ദൈനംദിന ജീവിതം കൊണ്ട്, In your day-to-day life, നിന്റെ ദൈനംദിന ഇടപാടുകൾ കൊണ്ട്, in your day-to-day activities, സ്വഭാവം കൊണ്ട് in your character, ദൈവത്തെ മഹത്വപ്പെടുത്തണം. you have to glorify God. ഇതാണ് ദൈവത്തെ അറിയുന്നവരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. This is what is expected from people who know God. അത് നമുക്ക് സാധിക്കുന്നുണ്ടോ? Is it possible in our life today? ഒന്ന്, നിങ്ങൾ ദൈവത്തെ അറിയുന്നത് പോലെ അറിയുക. One is you should know God how He is. അത് ലോകത്ത് അനേകർക്ക് സാധിച്ചിട്ടില്ല. Many people have not come across with that. രണ്ട്, ദൈവത്തെ അറിഞ്ഞവരിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം അനേകർ ചെയ്യുന്നില്ല. The second, what God is expecting from man, man is not able to deliver. അനേകർക്ക് ഒരു മത ചിന്താഗതി വിശ്വാസങ്ങളുമുണ്ട്. A lot of people have a religious mind. അങ്ങനത്തെ പല കാര്യങ്ങളും അവർ ചെയ്തു കൂട്ടുന്നുണ്ട്. In that they try to do wrong things. നിങ്ങളെ കുറിച്ച് ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. From you and me, that's not what is expected. ഒരു ആത്മീക സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. We should have a spiritual life within us. അതിനാണ് ദൈവം ഈ ഭൂമിയിൽ നമ്മെ ആക്കിയിരിക്കുന്നത്. That's the reason behind why we are here today. ആ സ്വഭാവത്തിൽ നിന്നാണ് സാക്ഷാൽ സ്നേഹം നമുക്ക് ഉണ്ടാകുന്നത്. And from that character is expression of love. ദയയും കരുണയും എല്ലാം അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. The mercy and favor and everything will come from it. ഇതാണ് ആത്മാവിന്റെ സ്വഭാവങ്ങള്. That is what the spiritual character is. ഞാൻ പറഞ്ഞല്ലോ ദൈവം ആത്മസ്വരൂപിയാണെന്ന്. I told that God Himself is a spiritual being. ആത്മസ്വരൂപിയെ നാം മഹത്വപ്പെടുത്തുമ്പോൾ, When we glorify the spiritual being, അറിയുന്നതുപോലെ അറിയുമ്പോൾ, we know how He is. ആ സ്വഭാവം നമ്മിൽ ഉളവാകുന്നു. The character will resemble us. അതാണ് നമ്മുടെ ആത്മസ്വഭാവം. That is our spiritual character. എന്റെ ശരീരം കൊണ്ട് ഞാൻ ഈ ലോകത്തെ അറിയുന്നു. To this body, I know the world. എന്റെ ദേഹി കൊണ്ട് ഞാൻ എന്നെ അറിയുന്നു. To the soul, I know Me. എന്റെ ആത്മാവ് കൊണ്ട് ഞാൻ ദൈവത്തെ അറിയുന്നു. To my spirit, I know God.
സ്വന്തമാക്കും. Those who know God, they can take the resemblance of His character. എങ്ങനെയാണ് ദൈവത്തെ അറിയുന്നത്? How do we know God? സൂര്യനെ നാം എങ്ങനെയാ കാണുന്നത്? How do we look at the sun? ടോർച്ച് അടിച്ചാൽ It is the torch. ഇവിടുന്ന് ടോർച്ച് അടിച്ച് നാം സൂര്യനെ കാണുന്നു. Do we need to switch on the torch, look at the സൂര്യനെ sun? നാം കാണുന്നത് സൂര്യന്റെ പ്രകാശം കൊണ്ടാണ്. We look from the rays of the sun, and that's how we look at the sun. ദൈവത്തെ നാം അറിയുന്നത് We have the reason how we know ദൈവം God. തരുന്ന അറിവ് കൊണ്ടാണ്. Because of wisdom and knowledge of God. ദൈവം നമുക്ക് അറിവ് തരുന്നത്. God is the person who is giving us the ദൈവം wisdom. സ്നേഹമാണ്. God is love. ദൈവം വെളിച്ചമാണ്. God is light. ദൈവം സത്യമാണ്. God is truth. ദൈവം നീതിയാണ്. God is darkness. പരിശുദ്ധനാണ്. God is holy. അറിവ് നാം സ്വന്തമാക്കിയാണ്. We are taking the knowledge within us. അനുഭവമാക്കിയാണ്. We are making our personal പുറപ്പെടുകയാണ്. and expressing it in different ways. Hallelujah. In the name of Jesus. Praise the Lord. Hallelujah. Hallelujah. ഇതാണ് ആത്മീയ അനുഭവം. This is the spiritual testimony. ഇതാണ് ദൈവമക്കളുടെ അനുഭവം. This is the children of God's own testimony. ഒരാളുടെ കയ്യിൽ 10 വേദപുസ്തകം ഉള്ളതുകൊണ്ടാണ് വ്യക്തി ദൈവമാണെന്ന് വിചാരിക്കുന്നത്. Do not even think a person having 10 Bibles is a spiritual man. ഒരാളെപ്പോഴും സ്വോത്രവല്ലേരിയ പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമുള്ളവരാണെന്ന് വിചാരിക്കരുത്. Never think a person praising hallelujah all the time is a child of God. ഒരാളെ പകൽ മുഴുവൻ ഭക്ഷണം കഴിക്കാതെ ദൈവമേ ദൈവമേ എന്ന് വിളിച്ചതുകൊണ്ട് ദൈവമുള്ളവരാണെന്ന് അർത്ഥം. A person not eating anything for the entire day, not thinking he's a child of God. ദൈവമുള്ളവർ ദൈവ സ്വഭാവം വെളിപ്പെടുത്തുന്നവരാണ്. A person who knows God will reveal the character of God. ദൈവം കൊല്ലുന്നവരല്ല. God is not a person who kills ദൈവം us. നശിപ്പിക്കുന്നവരല്ല. God is not a person who perishes. ദൈവം സ്നേഹമാണ്. God is love. Hallelujah. എവിടെയാണ് മതങ്ങൾക്ക് തെറ്റ്? Where is the religion? അവർ മനസ്സിലാക്കിയ ദൈവം തെറ്റിപ്പോയി. The person, the God whom they revealed, that's what incorrect. അതുകൊണ്ട് അവർ ദൈവത്തെ മഹത്വീകരിക്കുന്ന രീതി തെറ്റിപ്പോയി. So the way they glorify God has been turned away. എന്റെ അയൽവക്കക്കാരനെ കൊന്നുകൊണ്ട് എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല. I can kill my neighbor from that. I cannot please God. എന്റെ കൂട്ടുകാരനെ വിരോധമായി ചിന്തിച്ചുകൊണ്ട് എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല. Thinking against my friend, I cannot please God. ഇതാണ് മതങ്ങൾക്ക് പറ്റിയ വികലമായ കാഴ്ചപ്പാട്. This is where the religion people have come across. ഇന്ന് ലോകത്തിൽ മനുഷ്യൻ ഭയപ്പെടുന്നത് ബോംബിനേക്കാൾ മനുഷ്യ സ്വഭാവത്തെയാണ്. Right now, more than the bombs, man fears the other man. മൃഗീയമായി മനുഷ്യനെ കൊന്നു മാറ്റും. They are slaughtered. എന്താണ് അതിന് കാരണം? What is the reason behind it? മതം. Religion. മതം വിതയ്ക്കുന്ന വിഷവിത്തുകൾ. Religion is sowing that seed. എന്താണ് അവർ മതത്തിൽ കൂടെ സ്ഥാപിക്കുന്നത്? What are they establishing അവർ to it? ഉയർത്തിപ്പിടിക്കുന്ന ദൈവത്തെയാണ്. They are keeping that God there. അവർക്ക് സംഭവിച്ച തെറ്റെന്താ? What mistake are they gone? അവർ ദൈവത്തെ വിശ്വസിക്കുന്നില്ലേ? Don't they believe in God? അവരാരും നാസ്തികവാദികൾ നിരീശ്വരവാദികളല്ല. They are not atheists. അവർ ദൈവത്തെ വിശ്വസിക്കുന്നു. They believe in God. അവർ ദൈവത്തിന് വേണ്ടിയാ ചെയ്യുന്നത്. They believe for their God. അവർ ദൈവത്തെ മനസ്സിലാക്കി തെറ്റിപ്പോയി. But the way they realize who God is, അവർ ദൈവത്തെ ബഹുമാനിക്കുന്ന രീതികൾ കൊണ്ട് തെറ്റിപ്പോയി. the way they glorify God is completely wrong. നമുക്ക് ദൈവത്തിന്റെ വ്യത്യാസത്തിൽ സന്തോഷിക്കാം. Let us praise God for separation. അറിയുന്നതോ അവർക്ക് ദൈവത്തെ അറിയുവാൻ കഴിഞ്ഞു. We have not God who He is. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കേണ്ടത് കൊടുക്കാൻ കഴിഞ്ഞു. We were able to glorify Him the way He is. ഞായറാഴ്ച പകൽ ഹോൾ ദൈവത്തിന് സ്തുതി പറഞ്ഞിട്ട് This morning when we say praise to God, തിങ്കളാഴ്ച എങ്ങനെയെങ്കിലും ജീവിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. we cannot live in our own way on a Monday morning. നമ്മുടെ ജീവിതം കൊണ്ട് തിങ്കളാഴ്ച ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ. God is sure that how God is. ഹല്ലേലൂയ. ഹോളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് After that you are worshiping Him here. വീട്ടിൽ അങ്ങനെ ജീവിക്കാൻ നമുക്ക് കഴിയത്തില്ല. We cannot live in our own way in our home. വാസത്തിൽ അങ്ങനെ ജീവിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. We cannot live anywhere in our workplace. കാരണം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണ്. Because we are the person to glorify God. ആത്മീക ജീവിതം. That is the spiritual life. അവരാണ് ദൈവത്തിന്റെ മക്കൾ. They are called the children of God. എന്റെ കഴുത്തിൽ കുരിശ് കെട്ടി തൂക്കിയത് കൂടിയാണ് ദൈവത്തിന്റെ യാഗത്തിൽ. If I have a cross on my neck, it's not I'm a child of God. കയ്യിൽ വേദപുസ്തകം ഉള്ളത് കൂടിയാണ് ദൈവത്തിന്റെ യാഗത്തിൽ. Because I have the Bible in my hand, I'm not a child of God. ഈശ്വരനോട് നീക്കിയത് കൊണ്ട് ദൈവത്തിന്റെ യാഗത്തില്ല. Because I have a beard and mustache, there's no God called child of God. ജീവിതത്തിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുകയാണ്. In my day-to-day life, I have to glorify Him each moment. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് സഹോദരങ്ങളെ, So brethren, നാം ദൈവത്തെ അറിയണം. we should know God. നാം ദൈവത്തെ മഹത്വീകരിക്കണം. We should glorify Him. ഹല്ലേലൂയ. Praise be to Jesus. ഈ സംഗീതം ദൈവത്തെ വെളിപ്പെടുത്തുകയാണ്. This psalm reveals who God is. ദൈവം സൃഷ്ടാവാണ്.
God is a creator. ആ സൃഷ്ടാവായ ദൈവത്തിന്റെ മറ്റൊരു സ്വഭാവം, There is a different character for him. ആ ദൈവം നിത്യനായ ദൈവം. He is an eternal God. അവൻ കുറെ കഴിയുമ്പോൾ നശിച്ചു പോകുന്ന ദൈവമല്ല. After a certain while, he will not perish in this world. കാറ്റടിക്കുമ്പോൾ തീയുടെ ചൂട് കൂടുമ്പോൾ നശിച്ചു പോകുന്ന ദൈവമല്ല. When the wind blows, the fire takes place, he will not perish there. അമേരിക്കയിൽ ഒരു ദൈവവും ഇന്ത്യയിൽ മറ്റൊരു ദൈവവുമല്ല. He's not a God in America and different in India. അവൻ എല്ലായിടത്തുമുള്ള ദൈവമാണ്. He's a God who's available everywhere. എല്ലാവർക്കുമുള്ള ദൈവമാണ്. He's for God for everybody. എന്നേക്കുമുള്ള ദൈവമാണ്. An eternal God. പക്ഷം ദൈവത്തിന് 4 യോഗ്യത വേണം. At least 4 qualities should be there for ഒന്ന്, God. അവൻ സൃഷ്ടിയായിരിക്കുന്നത് സൃഷ്ടാവായിരിക്കണം. He should be a creator, not a creation. രണ്ട്, അവൻ സർവജ്ഞാനിയായിരിക്കണം. He should be in divine wisdom of his own. എനിക്കിത് അറിയത്തില്ല എന്ന് ദൈവം പറയുവാൻ ഇടവരരുത്. God should not say, I'm not aware about it. നിന്റെ ഒരു കാര്യം മാത്രം പരിഹരിക്കാറില്ല, എല്ലാം പരിഹരിക്കാൻ പ്രാപ്തനായിരിക്കണം. Not to tackle only one problem of yours, all the problems he can tackle. ഹോസ്പിറ്റലുകൾ കാണുവാൻ കഴിയും. We can see several hospitals. ഡോക്ടർമാരെ കാണാൻ കഴിയും. We can see several doctors in it. എല്ലാ ഡോക്ടർമാരും എല്ലാ ചികിത്സയും ചെയ്യുന്നവരാണ്. But not every doctor perform everything. കണ്ണിന് വരെ ഇങ്ങനെ പലതിലും പല ഡോക്ടേഴ്സാണ്. The different parts of your body have a different doctor. അങ്ങനെയല്ല ദൈവം. That's not how God is. ദൈവത്തിന് സകലവും കഴിയണം. God can do everything here. ദൈവം ശക്തനായിരിക്കണം. He is almighty. എനിക്കിത് കഴിയത്തില്ല എന്ന് പറയുന്നത് ദൈവമല്ല. The doctor who say I cannot do this is not God. കഴിയുന്നവൻ. He can do every single thing. സർവശക്തൻ. That is almighty God. ആ ദൈവം സർവ്വവ്യാപിയായിരിക്കണം. And he should be there at all times. എപ്പോഴുള്ളവരായിരിക്കണം. He should be available everywhere. Hallelujah. ആ ദൈവം സർവജ്ഞാനിയായിരിക്കണം. He is completely his divine ഇതാണ് wisdom. കുറഞ്ഞപക്ഷം 4 യോഗ്യത. At least there's 4 qualities. നിങ്ങൾക്ക് ആരെയും ദൈവമാക്കാം. You can make anybody God. 4 യോഗ്യത അവയ്ക്കുണ്ടോ എന്ന് നോക്കണം. After checking if they have these 4 qualities. ഒന്ന്, അത് സൃഷ്ടാവായിരിക്കണം. One is should be the creator, സൃഷ്ടിയായിരിക്കരുത്. not a creation. രണ്ട്, അത് സർവ്വവ്യാപിയായിരിക്കണം. He should be available everywhere. രണ്ട്, സർവജ്ഞാനിയായിരിക്കണം. And after that, he should be the divine നാല്, wisdom. സർവശക്തനായിരിക്കണം. He should be almighty God. Hallelujah. എയോ ബിയോ സിയോ ആരുമായിക്കൊള്ളട്ടെ, അതാണ് ദൈവം. A, B, or C, anybody. That is the person of God. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ദൈവം സർവശക്തനായ ദൈവം. That God is an almighty ഈ God. സംഗീതത്തിൽ ആ ദൈവം നമ്മോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയ സ്വഭാവങ്ങളുണ്ട്. There are certain characters which God has revealed to us through this psalm. അവൻ പരിപാലകനായ ദൈവം. He can take care of us. നിന്റെ വലതു ഭാഗത്ത് അവൻ തണല. And his right hand is there, എന്തിന്? ഒരിടത്തും നിനക്ക് ഭവിക്കാതിരിപ്പാൻ. so that nothing happens to you. പകൽ സൂര്യൻ നിന്റെ ചന്ദ്രൻ നിന്നെ ബാധിക്കാതിരിപ്പാൻ. The sun shall not strike you by day nor the moon by night. ഹല്ലേലൂയ. Hallelujah. ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പഠിപ്പാൻ കിടക്കുക. Lot of things that we can learn from this. ദൈവം നമുക്ക് മതിയായ ദൈവമാണ്. God is a God who needs us and He is there for everything. നമ്മെ സ്നേഹിക്കുന്ന ആ ദൈവമാണ്. Let me tell you, He is a God who loves us. നമ്മെ വെറുക്കുന്ന ദൈവമല്ല. He did not hate us. നമ്മെ പഴിക്കുന്ന ദൈവമല്ല. He is not thinking against നമ്മെ us. സ്നേഹിക്കുന്ന ദൈവം. He is a God who loves us. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവം. That God and the Lord will take ഈ care of us. പുസ്തകത്തിൽ നാം ഇങ്ങനെയാണ് വായിച്ചത്. This is how we read. യഹോവ നിന്റെ പരിപാലകൻ. God is our help. അവൻ നിന്റെ വലതു ഭാഗത്ത് നിനക്ക് തണൽ. He is on our right hand. He's എന്തോ taking care of us. ആശ്വാസമുള്ള വാക്കുകൾ. It is such a comforting word. നീ ദൈവത്തെ പേടിക്കുകയാണോ? Are you fearing God? ദൈവത്തെ പേടിക്കണ്ട. You do not have to fear Him. ദൈവത്തെ പേടിക്കണ്ട എന്ന് ഞാൻ പറയുന്നത് നിന്നെ നശിപ്പിക്കുന്ന ഒരു ദൈവമായി കാണുന്നതായി. When I say do not fear God, doesn't mean that He is going to destroy ഞാൻ you. നമ്മുടെ പിതാവിനെ സ്നേഹിക്കുന്നു. We love our Father നമ്മുടെ പിതാവിനെ ഭയപ്പെടുന്നു. and we also are fearing our നാം Father. നമ്മുടെ അപ്പനെ ഭയപ്പെടുന്നത് കടുവായെ കണ്ട് പേടിക്കുന്നത് പോലെയാണ്. The way we fear our own Father is not looking at a wild animal. ഒരു കൊള്ളക്കാരനെയോ പോലീസുകാരനെയോ പേടിക്കുന്നത് പോലെയാണ്. Not how we look at a robber or somebody else. സ്നേഹത്തിൽ നിന്നുള്ള പേടിയാണ്. It is a fear with അത് love. റെസ്പെക്ട് ചെയ്യുന്ന പേടിയാണ്. We respect Him. That's the reason നാം why. ദൈവത്തെ അങ്ങനെ ഭയപ്പെട്ടാൽ മതി. We only need to fear Him in that കാരണം format ദൈവം നമ്മെ സ്നേഹിക്കുന്നു. because He loves us. സ്നേഹിക്കുന്ന ആ ദൈവം The God who loves us നമുക്ക് അനേക വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. has given us a lot of promises. നമുക്ക് അവകാശങ്ങളുള്ള നമ്മുടെ വാഗ്ദാനം. All promises belong to us. നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പ്രോമിസ് പോലെയാണ് ദൈവത്തിന്റെ വാഗ്ദാനം. How we promise our children the same way how Lord promises us. എന്നാൽ അവയിൽ ഒരു വ്യത്യാസമുണ്ട്. There is a difference. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവട്ടം പ്രോമിസ്
പ്രോമിസ് ചെയ്താലും നമുക്കത് കഴിയണമെന്നില്ല. Even though we promise our child, it's not necessary we can fulfill it. എന്നാൽ ദൈവം ചെയ്ത വാഗ്ദാനം ചെയ്യുവാനും പ്രാപ്തനായ But ദൈവമാണ്. the God who has promised you something can deliver it in your life too. ഹല്ലേലൂയ. Hallelujah. ഈ ദൂതദൈവങ്ങൾ പ്രത്യേകമായി We have to take this message in this way. നാം സേവിക്കുന്ന ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. The Lord who we serve can fulfill His promises. എന്താണ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ? What do you mean the promises fulfillment? എന്ന് പറഞ്ഞാൽ പാലിപ്പാൻ പ്രാപ്തനാണ്. If He has said something, He can do it for you. ഞാൻ നിങ്ങളുടെ വീട്ടിൽ നാളെ വരാമെന്ന് പറഞ്ഞാൽ If I tell you I'm going to come to your house tomorrow, ഇത് വാഗ്ദാനമാണ്. it is a promise. എന്നാൽ എനിക്കിത് കഴിയണമെന്നില്ല. But I cannot deliver it, maybe. ഉച്ച കഴിഞ്ഞ് ഞാൻ രോഗിയാണ്. After this afternoon, maybe I'm working. നാളെ അന്തരീക്ഷം മോശമായി Tomorrow, weather is bad. എനിക്ക് വരാൻ കഴിഞ്ഞു എന്ന് വരത്തില്ല. I will not be able to come to you. വീട്ടിൽ ഇറങ്ങിയാൽ എന്റെ വാഹനം അപകടത്തിൽപ്പെടാം. If I leave my house, the car will blow. എന്റെ വാഹനം പാലിപ്പാൻ ആഗ്രഹമുണ്ട്. I want to fulfill my role. എന്നാൽ എനിക്കത് കഴിയുമെന്ന് വരത്തില്ല. But maybe it is not possible. അങ്ങനെയല്ല. No, it's not in that way. വാക്ക് പറഞ്ഞാൽ He will tell you the right. And He will fulfill it for you. വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്. He will fulfill it for you. അതുകൊണ്ട് വ്യത്യാസം സംഭവിക്കത്തില്ല. He will not change. അതുകൊണ്ട് വ്യത്യാസം വരത്തില്ല. He will not change. വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്. The promise to make it fulfill for you. Hallelujah. Hallelujah. നിങ്ങൾക്ക് തരാം സഹോദരൻ. I can give you many Hallelujah. examples. കഴിഞ്ഞ ദിവസം ദൈവം എന്റെ മനസ്സിൽ തന്ന ഒരു ചിന്ത. There is a thought in my mind which God gave me last മനുഷ്യൻ week. ഉയർത്തുമെന്നുള്ളത് മരിച്ചവർ ഉയർത്തുന്നേറ്റ് വരുന്നത് എന്താ തെളിവ്? How will you prove that man will be again rising from the ഒരു dead? വലിയ പ്രസംഗം എന്റെ അകത്ത് ദൈവം തന്നിട്ടുണ്ട്. A huge message is put in my heart. ഇങ്ങനെയാണ് കർത്താവിനെ നടത്തിയത്. This is how God led me. പൗലോസ് പറഞ്ഞ ഒരു വാചകം. One thing which Paul said, അവരുടെ അംഗീകാരം മരിച്ചവരുടെ പുനരുത്ഥാനം. their acceptance is what they will be raising from the dead. ആരുടെ അംഗീകാരം? Whose acceptance? യഹൂദന്റെ, Jews, ഇസ്രായേലിന്റെ Israelites, അംഗീകാരം acceptance. മരിച്ചവരുടെ പുനരുത്ഥാനം. The dead will be raising. ഇതൊരു കൺവെൻഷൻ ആണെങ്കിൽ അതൂതിയം ശക്തമായി പറയുന്നു. If it was a convention, I would emphasize more on it. ഹല്ലേലൂയ. Hallelujah. എങ്കിലും ഞാൻ സന്തോഷത്തോടെ പറയട്ടെ. But let me tell you joyfully, 2000 വർഷമായി ലോകത്തിൽ ഇല്ലാതിരുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. 2000 years before, there was this country called Israel. 2000 വർഷം ലോകത്തിൽ മറഞ്ഞു കിടന്ന ഒരു സമൂഹം. For 2000 years together, this entire people were hidden there. AD 70 മുതൽ ഹീത്തോസിന്റെ സൈന്യം നശിപ്പിച്ച സമയം മുതൽ 102 രാജ്യങ്ങളിലായി യഹൂദന്മാർ ചിതറിപ്പോയി. The Jews were scattered after 80-70 in different mighty countries. 60 ഭാഷകൾ അവർ സംസാരിക്കുന്നവരായി. They could speak 60 languages. അവരുടെ ചുറ്റും 22 അറബ് രാജ്യങ്ങൾ കിടക്കുന്നു. Around them we have 22 Arab countries. അത് മുഴുവൻ ഇവർക്കെതിരാണ്.